കോൾഡ് കോഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് ടോണി ജോസ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ റെസിപ്പിക്കായിട്ട് 750 ഗ്രാം എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചിക്കൻ കറിയിലേക്കായിട്ട് ഒരു 2 കഷ്ണം ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി, ഒരു വലിയ സവാള, 3 പച്ചമുളക്, ഒരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഉരുളക്കിഴങ്ങ് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ പൊടിയായി അരിഞ്ഞെടുക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം. ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ടാണ് ഇത്തിരി കട്ടയായിട്ടിരിക്കുന്നത്. ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തിട്ട് അത് ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഗരം മസാല കൂടി ചേർക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് പട്ട എടുത്തിട്ടുണ്ട്, കറിയാമ്പൂ എടുത്തിട്ടുണ്ട്, ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു തക്കോലം അത് കുരു കളഞ്ഞ്. ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയുടെ മിക്സ് ചേർക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പിലയും 2 ബേ ലീഫും കൂടി ചേർക്കാം. ഇനി ഈ മസാലയിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ കൂടി ചേർക്കാം. അതോടൊപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. പിന്നെ ഈ മസാല മിക്സിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടി കൂടി ചേർക്കാം. ഈ മസാല മൊരിയേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ചിക്കൻ ചേർക്കാം. ഒപ്പം തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും തക്കാളിയും ഇതിലേക്ക് ചേർക്കാം. ഇനി ഒരു വലിയ നാളികേരത്തിൻ്റെ 2-ാം പാലും 3-ാം പാലും ഒഴിച്ച് ഈ ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. 2-ാം പാലും 3-ാം പാലും കൂടിയിട്ട് ഒരു 3 കപ്പ് ഉണ്ടാവും. 3 കപ്പ് എന്ന് പറഞ്ഞാൽ 750 മില്ലി. ഇനി ഇത് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് കൂടുതലായിട്ട് പോയി കഴിഞ്ഞാൽ അതിൽ 1-2 ഉരുളക്കിഴങ്ങ് കൂടെ കൂടുതലായിട്ട് ചേർത്താൽ മതി. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് അല്പം കൂടെ ചേർക്കണം. ഇനി ഈ കറി ഒരു മൂടി കൊണ്ട് മൂടി വെച്ച് അത് വേവിക്കാം. ഒരു ഏകദേശം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ തിളച്ച് കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റായിട്ട് വേവും. ഈ ചിക്കൻ കറിയുടെ മസാല ഓയിലിൽ വഴറ്റാതെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ആ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ കിഴങ്ങ് നന്നായി വെന്തിട്ടുള്ളത് കൊണ്ട് ചിക്കന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാരണം ഈ ചിക്കൻ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ വേവുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബ്രോയിലർ ചിക്കനാണ്. നാടൻ ചിക്കനാണെങ്കിൽ ചിക്കൻ വെന്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇടേണ്ടതുള്ളൂ. ഉപ്പ് അല്പം കുറവുണ്ട്, അപ്പോൾ നമുക്ക് അത് അല്പം കൂടെ ഉപ്പ് ചേർക്കാം. ഇപ്പം കറി വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരത്തിൻ്റെ 1-ാം പാൽ ഒഴിക്കാം. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. പിന്നെ അതിരുന്ന് തന്നെ സെറ്റായിക്കോളും. ഇനി ഇതിലേക്ക് ഒരു 10-15 ചുവന്നുള്ളി കൂടെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അത് മൊരിയിച്ച് ചേർത്ത് കഴിഞ്ഞാൽ കറി സൂപ്പറായി. അതിനായിട്ട് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടാം. അല്പം കറിവേപ്പിലയും കൂടി ഇടാം. ഈ കറിവേപ്പിലയും ഉള്ളിയും നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് അല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായി. കാരണം ഈ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത് ഈ കറിക്ക് അല്പം കളർ കിട്ടാൻ കൂടിയാണ്.
ഈ മിക്സ് ചിക്കൻ കറിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചിക്കൻ കറി സൂപ്പറായി. അതോടെ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി ഇവിടെ കംപ്ലീറ്റ് ആവാണ്. ഇന്നത്തെ ചിക്കൻ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി മറ്റൊരു റെസിപ്പിയുമായി കാണുന്നതുവരേക്കും ബൈ.